നമ്മൾ നേരത്തെ കണ്ടു, ഒരു സൊല്യൂഷനിൽ കറന്റ് കടന്നുപോകുന്നത് അയോണുകൾ ചലിക്കുന്നതുകൊണ്ടാണ്. പ്ലസ് അയോണുകൾ ഒരു വശത്തേക്ക്, മൈനസ് അയോണുകൾ മറുവശത്തേക്ക്, അങ്ങനെ ചാർജ് കൊണ്ടുപോകുന്നു. പക്ഷേ എല്ലാ സൊല്യൂഷനും ഒരുപോലെ കറന്റ് കടത്തിവിടില്ല. ചിലത് നന്നായി കടത്തിവിടും, ചിലത് കുറച്ച് മാത്രം. ഈ വ്യത്യാസം എങ്ങനെ കൃത്യമായി അളക്കാം എന്നതാണ് ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. ആദ്യം ഒരു പരിചിതമായ ആശയം, റെസിസ്റ്റൻസ്. ഫിസിക്സിൽ പഠിച്ചതുപോലെ റെസിസ്റ്റൻസ് എന്നാൽ കറന്റ് ഒഴുകുന്നതിനെ ഒരു വസ്തു എത്രമാത്രം എതിർക്കുന്നു എന്നതാണ്. അതിന്റെ ചിഹ്നം അളക്കുന്നത് ഓം എന്ന യൂണിറ്റിൽ. സാധാരണ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് എന്ന ഉപകരണം കൊണ്ടാണ് അളക്കുന്നത്. ഒരു വസ്തുവിന്റെ റെസിസ്റ്റൻസ് അതിന്റെ നീളത്തെയും വണ്ണത്തെയും ആശ്രയിച്ചിരിക്കും. നീളം കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. ക്രോസ് സെക്ഷൻ ഏരിയ, അതായത് വണ്ണം, കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. അതുകൊണ്ട് ലെങ്ത് ബൈ ഏരിയ എന്നതിന് ആനുപാതികമാണ്. ഈ ആനുപാതത്തെ ഒരു സമമാക്കാൻ ഒരു സ്ഥിരസംഖ്യ ചേർക്കുന്നു. അതാണ് റെസിസ്റ്റിവിറ്റി, ചിഹ്നം റോ. അപ്പോൾ ഐ സമം റോ ഗുണം ല ബൈ വ. റെസിസ്റ്റിവിറ്റി എന്നത് ആ വസ്തുവിന്റെ സ്വന്തം സ്വഭാവമാണ്. ആകൃതി മാറ്റിയാലും അത് മാറില്ല. അളക്കുന്നത് ഓം മീറ്റർ. റെസിസ്റ്റിവിറ്റിയുടെ കൃത്യമായ നിർവചനം ഇതാണ്. Resistivity, rho, is the resistance of a substance that is 1 meter long with a cross-sectional area of 1 square meter. ഇപ്പോൾ നേരെ തിരിച്ചു ചിന്തിക്കാം. ഒരു വസ്തു കറന്റ് എത്ര നന്നായി കടത്തിവിടുന്നു എന്നതാണ് കണ്ടക്ടൻസ്. അത് റെസിസ്റ്റൻസിന്റെ നേർവിപരീതമാണ്. കണ്ടക്ടൻസ് സമം 1 റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ കണ്ടക്ടൻസ് കൂടും. കണ്ടക്ടൻസിന്റെ യൂണിറ്റ് സീമെൻസ്, ചിഹ്നം വ. അത് ഓമിന്റെ വിപരീതമാണ്. ഒരു സീമെൻസ് സമം 1 ഓം. അതുപോലെ റെസിസ്റ്റിവിറ്റിയുടെ വിപരീതത്തിന് ഒരു പേരുണ്ട്, കണ്ടക്ടിവിറ്റി, ചിഹ്നം കാപ്പ. കാപ്പ എന്ന ഗ്രീക്ക് അക്ഷരം. കണ്ടക്ടിവിറ്റി കൂടിയ വസ്തു കറന്റ് നന്നായി കടത്തിവിടും. അളക്കുന്നത് സീമെൻസ് പെർ മീറ്റർ. കണ്ടക്ടിവിറ്റിയുടെ നിർവചനം ഇതാണ്. Conductivity, kappa, in mm, is the conductance of a material that is 1 meter long and has a cross-sectional area of 1 square meter. ഓരോ വസ്തുവിന്റെയും കണ്ടക്ടിവിറ്റി വളരെ വ്യത്യാസപ്പെട്ടിരിക്കും. ചിലത് കറന്റ് വളരെ നന്നായി കടത്തിവിടും, ചിലത് ഏതാണ്ട് ഒട്ടും കടത്തിവിടില്ല. ഈ വിലയനുസരിച്ച് വസ്തുക്കളെ മൂന്നായി തിരിക്കാം. 1. കണ്ടക്ടറുകൾ. കോപ്പറും സിൽവറും പോലുള്ള മെറ്റലുകൾ കറന്റ് വളരെ നന്നായി കടത്തിവിടും. 2. ഇൻസുലേറ്ററുകൾ. ഗ്ലാസും ടെഫ്ലോണും പോലുള്ളവ കറന്റ് ഏതാണ്ട് ഒട്ടും കടത്തിവിടില്ല. 3. സെമികണ്ടക്ടറുകൾ. സിലിക്കൺ പോലുള്ളവ, ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ. കറന്റ് കടന്നുപോകുന്നതിന് 2 വ്യത്യസ്ത വഴികളുണ്ട്. ഒരു മെറ്റൽ വയറിൽ കറന്റ് കടന്നുപോകുന്നത് ഇലക്ട്രോണുകൾ ചലിക്കുന്നതുകൊണ്ടാണ്. ഇതിന് മെറ്റാലിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നു. ഇലക്ട്രോണുകൾ ഒരറ്റത്ത് കയറി മറ്റേറ്റത്ത് ഇറങ്ങുന്നു. വയറിന്റെ ഘടന മാറുന്നില്ല. ഒരു സൊല്യൂഷനിൽ കറന്റ് കടന്നുപോകുന്നത് ഇലക്ട്രോണുകൾ കൊണ്ടല്ല, അയോണുകൾ ചലിക്കുന്നതുകൊണ്ടാണ്. ഇതിന് ഇലക്ട്രോലിറ്റിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ അയോണിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നു. ശുദ്ധമായ വെള്ളത്തിൽ വളരെ കുറച്ച് അയോണുകൾ മാത്രമേയുള്ളൂ. അതുകൊണ്ട് അത് കറന്റ് ഏതാണ്ട് ഒട്ടും കടത്തിവിടില്ല. ഇലക്ട്രോലൈറ്റ്, ഉദാഹരണത്തിന് ഒരു സാൾട്ട്, വെള്ളത്തിൽ അലിയിച്ചാൽ അത് അയോണുകൾ നൽകുന്നു. അപ്പോൾ കണ്ടക്ടിവിറ്റി കൂടും. ഒരു സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഏത് ഇലക്ട്രോലൈറ്റ് ആണ്, അയോണുകളുടെ വലിപ്പം, സൊല്യൂഷന്റെ കൺസെൻട്രേഷൻ, പിന്നെ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടിയാൽ അയോണിക് കണ്ടക്ടിവിറ്റി കൂടും. ഒരു മെറ്റൽ വയറിന്റെ റെസിസ്റ്റൻസ് അളക്കാൻ എളുപ്പമാണ്. പക്ഷേ ഒരു സൊല്യൂഷന്റെ കാര്യത്തിൽ 2 പ്രശ്നങ്ങളുണ്ട്. 1. സാധാരണ DC കറന്റ് കടത്തിവിട്ടാൽ അത് സൊല്യൂഷനിൽ റിയാക്ഷൻ ഉണ്ടാക്കി അതിന്റെ ഘടന മാറ്റും. ഒരു സൊല്യൂഷനെ ഒരു വയർ പോലെ കണക്ട് ചെയ്യാൻ പറ്റില്ല. 2 പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. DCക്ക് പകരം AC കറന്റ് ഉപയോഗിക്കുന്നു. അത് വേഗത്തിൽ ദിശ മാറുന്നതുകൊണ്ട് സൊല്യൂഷൻ മാറുന്നില്ല. പിന്നെ അളക്കാൻ ഒരു പ്രത്യേക പാത്രം ഉപയോഗിക്കുന്നു, കണ്ടക്ടിവിറ്റി സെൽ. കണ്ടക്ടിവിറ്റി സെല്ലിനുള്ളിൽ 2 പ്ലാറ്റിനം ഇലക്ട്രോഡുകൾ ഉണ്ട്. അവയ്ക്ക് മുകളിൽ പ്ലാറ്റിനം ബ്ലാക്ക് എന്ന നേർത്ത പാളി പൂശിയിട്ടുണ്ട്. ഓരോ ഇലക്ട്രോഡിന്റെയും ഏരിയ അവ തമ്മിലുള്ള അകലം. ഇവയ്ക്കിടയിലെ സൊല്യൂഷനാണ് നമ്മൾ അളക്കുന്നത്. Conductivity cell has 2 platinized platinum electrodes of area separated by a distance L. അകലം ഏരിയ ഇവ രണ്ടും ചേർന്ന് L by എന്ന ഒരു സംഖ്യ ഉണ്ടാക്കുന്നു. ഇതിന് സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നു, ചിഹ്നം സ്റ്റാർ. ഇത് ആ പ്രത്യേക സെല്ലിന്റെ ഒരു സ്ഥിര സ്വഭാവമാണ്. ലും നേരിട്ട് അളക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു എളുപ്പവഴിയുണ്ട്. കണ്ടക്ടിവിറ്റി കൃത്യമായി അറിയാവുന്ന ഒരു സൊല്യൂഷൻ, സാധാരണ പൊട്ടാസ്യം ക്ലോറൈഡ്, സെല്ലിൽ ഒഴിച്ച് അതിന്റെ റെസിസ്റ്റൻസ് അളക്കുന്നു. അപ്പോൾ സെൽ കോൺസ്റ്റന്റ് സമം കണ്ടക്ടിവിറ്റി ഗുണം റെസിസ്റ്റൻസ്. സെൽ കോൺസ്റ്റന്റ് ഒരിക്കൽ കണ്ടെത്തിയാൽ ഏത് സൊല്യൂഷന്റെയും കണ്ടക്ടിവിറ്റി എളുപ്പത്തിൽ കിട്ടും. അതിന്റെ റെസിസ്റ്റൻസ് അളന്ന് കണ്ടക്ടിവിറ്റി സമം സെൽ കോൺസ്റ്റന്റ് ബൈ റെസിസ്റ്റൻസ്.
ഇന്ന് വില കുറഞ്ഞ കണ്ടക്ടിവിറ്റി മീറ്ററുകൾ ഇത് നേരിട്ട് കാണിച്ചു തരും. ഒരു പ്രശ്നമുണ്ട്. കണ്ടക്ടിവിറ്റി സൊല്യൂഷനിലെ അയോണുകളുടെ എണ്ണത്തെ ആശ്രയിക്കും. കൺസെൻട്രേഷൻ കൂടിയാൽ കണ്ടക്ടിവിറ്റിയും കൂടും. അതുകൊണ്ട് രണ്ട് വ്യത്യസ്ത ഇലക്ട്രോലൈറ്റുകളെ ന്യായമായി താരതമ്യം ചെയ്യാൻ കണ്ടക്ടിവിറ്റി മാത്രം പോരാ. ഇത് പരിഹരിക്കാൻ ഒരു മോൾ ഇലക്ട്രോലൈറ്റ് എത്ര നന്നായി കറന്റ് കടത്തിവിടുന്നു എന്ന് നോക്കുന്നു. ഇതാണ് മോളാർ കണ്ടക്ടിവിറ്റി, ചിഹ്നം ലാംഡം. കണ്ടക്ടിവിറ്റിയെ കൺസെൻട്രേഷൻ കൊണ്ട് ഹരിച്ചാൽ കിട്ടും ലാംഡം സമം കാപ്പ/k. ഇതോടെ ഏത് ഇലക്ട്രോലൈറ്റിനെയും ന്യായമായി താരതമ്യം ചെയ്യാം. യൂണിറ്റ് സീമെൻസ് മീറ്റർ സ്ക്വയർ പെർ മോൾ, അല്ലെങ്കിൽ സാധാരണയായി സീമെൻസ് സെന്റിമീറ്റർ സ്ക്വയർ പെർ മോൾ. Lower conductivity, lambda equals kappa/c, is the conducting power of all the ions produced by 1 mole of an electrolyte dissolved in solution. Unit mmol also works mmol. ഒരു ഉദാഹരണം ചെയ്യാം. ആദ്യം സെൽ കോൺസ്റ്റന്റ് കണ്ടെത്തണം. ഇതിന് കണ്ടക്ടിവിറ്റി അറിയാവുന്ന 0.1 മോളാർ പൊട്ടാസ്യം ക്ലോറൈഡ് സെല്ലിൽ ഒഴിക്കുന്നു. അതിന്റെ കണ്ടക്ടിവിറ്റി 1.29 സീമെൻസ് പെർ മീറ്റർ. അതിന്റെ റെസിസ്റ്റൻസ് അളന്നപ്പോൾ 100 ഓം. അപ്പോൾ സെൽ കോൺസ്റ്റന്റ് സമം കണ്ടക്ടിവിറ്റി ഗുണം റെസിസ്റ്റൻസ്, അതായത് 1.29 ഗുണം 100 സമം 129 പെർ മീറ്റർ. ഇപ്പോൾ അളക്കേണ്ട സൊല്യൂഷൻ, അതായത് 0.02 മോളാർ പൊട്ടാസ്യം ക്ലോറൈഡ് അതേ സെല്ലിൽ ഒഴിക്കുന്നു. അതിന്റെ റെസിസ്റ്റൻസ് 520 ഓം. അപ്പോൾ കണ്ടക്ടിവിറ്റി സമം സെൽ കോൺസ്റ്റന്റ് ബൈ റെസിസ്റ്റൻസ്, അതായത് 129/520, ഏകദേശം 0.248 സീമെൻസ് പെർ മീറ്റർ. അവസാന സ്റ്റെപ്പ്, മോളാർ കണ്ടക്ടിവിറ്റിക്ക് കണ്ടക്ടിവിറ്റിയെ കൺസെൻട്രേഷൻ കൊണ്ട് ഹരിക്കണം. 0.02 മോളാർ എന്നാൽ 20 മോൾ പെർ ക്യൂബിക് മീറ്റർ. അപ്പോൾ ലാംഡം സമം 0.248/20, അതായത് 0.0124. ഇതുതന്നെ 124 ഗുണം 10⁻⁴ പവർ സീമെൻസ് മീറ്റർ സ്ക്വയർ പെർ മോൾ. ഇതാണ് ആ പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷന്റെ മോളാർ കണ്ടക്ടിവിറ്റി. ഒന്ന് ഓർത്തുനോക്കാം. റെസിസ്റ്റൻസ് കറന്റിനെ എതിർക്കുന്നു. അതിന്റെ വിപരീതം കണ്ടക്ടൻസ്. ഒരു വസ്തുവിന്റെ സ്വന്തം സ്വഭാവം കണ്ടക്ടിവിറ്റി. ഒരു സൊല്യൂഷൻ അളക്കാനെ കണ്ടക്ടിവിറ്റി സെല്ലും ഉപയോഗിക്കുന്നു. സെൽ കോൺസ്റ്റന്റ് വഴി കണ്ടക്ടിവിറ്റി കണ്ടെത്തുന്നു. ഒരു മോളിന്റെ കണ്ടക്ടിവിറ്റി താരതമ്യം ചെയ്യാൻ മോളാർ കണ്ടക്ടിവിറ്റി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.